ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്രൈഫിഷുകൾ കൊടുക്കുന്ന തീറ്റകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീറ്റ നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് ഹോൾസെയിലായിട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തീറ്റകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളോട് കൊടുക്കുന്ന തീറ്റകളാണ് ഈ കാണുന്നത്. പൗഡർ രൂപത്തിലുള്ള തീറ്റകളാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ആദ്യം കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് അവരുടെ കാലുകൾ ചെറുതായതിൻ്റെ പേരിൽ പിടിച്ച് കഴിക്കാൻ പാകത്തിനുള്ള പൗഡർ രൂപത്തിലുള്ള തീറ്റ, പിന്നീട് ഗ്രോവർ രൂപത്തിലുള്ള തീറ്റയാണ് ഇടത്തരം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ വളർച്ചയ്ക്കായിട്ട് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റുകളാണ്. അവരുടെ കൈകൊണ്ട് പിടിച്ച് തിന്നാവുന്ന വലിപ്പമേ ആ പെല്ലറ്റുകൾക്ക് ഉണ്ടാവുള്ളൂ. അതോടുകൂടി തന്നെ പിന്നെ നമ്മൾ പതുക്കെ ഫിനിഷർ തീറ്റയിലേക്ക് അവരെ പരിശീലിപ്പിക്കും. വലിയ തീറ്റകളാണ്, വലിയ പെല്ലറ്റുകളാണ്. അപ്പോൾ അവരുടെ വലിയ ക്രൈഫിഷുകൾക്ക് കൈകൊണ്ട് പിടിച്ച് കഴിക്കാൻ പാകത്തിനുള്ള തീറ്റകളാണ്. അപ്പോൾ നമ്മൾ തീറ്റകളുടെ സൈസ് എന്തിനാണ് ഇങ്ങനെ ക്രമീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈഫിഷുകൾ അവരുടെ ഇറുക്കുകാല് അവർ ഇരയെ പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുള്ളൂ, അറ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഇറുക്കുകാലിന് ശേഷമുള്ള 4 കാലുകൾ ചെറുത് ക്രൈഫിഷുകൾക്കുണ്ട്. 8 കാലുണ്ടാവും. ആ കാലുകൾ കൊണ്ടൊക്കെയാണ്, മുൻനിരയിലെ കാലുകൾ കൊണ്ടൊക്കെ, അതിലും ഒരു ചെറിയ ഇറുക്കുകാല് പോലത്തെ കാര്യങ്ങളാണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് അവർ തീറ്റ കുറേശ്ശെ എടുത്ത് അവരുടെ വായിലേക്ക് കൊണ്ടുപോയി കഴിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ പിടിക്കാൻ പാകത്തിനാണ്. വലിയവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയ പെല്ലറ്റ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ പെല്ലറ്റുകൾ കൊടുക്കുന്നത്. പൗഡർ രൂപത്തിലുള്ള പെല്ലറ്റുകൾ വലിയ ക്രൈഫിഷുകൾക്ക് ചിലപ്പോൾ കഴിക്കാൻ സാധിക്കില്ല, കാരണം അവരുടെ കയ്യിൽ അത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സൈസുകൾ അതുപോലെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിവിടെ ക്രൈഫിഷിനെ വളർത്തി തുടങ്ങിയപ്പോൾ മുതൽ ഈ തീറ്റകളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബാഗായിട്ട് വരുന്നത് 25 കിലോ ആണ് ബാഗ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ 250 ഗ്രാം മുതലാണ് തൂക്കി നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ തീറ്റകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിൽ തീറ്റകളുടെ ലഭ്യത കുറവാണ്, അല്ലെങ്കിൽ ലഭ്യതകൾക്കനുസരിച്ചിട്ട് അതിനൊരു മാർജിനിട്ട് നിങ്ങൾക്ക് വിൽക്കാവുന്ന രീതിയിൽ ഉള്ള ഹോൾസെയിൽ പ്രൈസിനാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്. ചെറിയ പാക്കറ്റുകൾ നമ്മളിവിടെ 1-2 ക്രൈഫിഷുകൾക്കൊക്കെ മേടിക്കുന്നവർക്ക് കൊടുക്കുന്നത് 50 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ചെറിയ പാക്കറ്റുകളാക്കിയിട്ട്. അതിന് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത് 50 ഗ്രാമിന്. മാർക്കറ്റിൽ നിന്ന് 100 രൂപ 150 രൂപ വരെ ആണ് ഷ്രിമ്പുകളുടെ തീറ്റയ്ക്ക് 50 ഗ്രാം മുതലുള്ള തൂക്കങ്ങൾക്ക് വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ഷ്രിമ്പുകളുടെ തീറ്റകൾ അല്ലെങ്കിൽ ക്രൈഫിഷിൻ്റെ തീറ്റകൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഫീഡുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു മാർജിനിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും തീറ്റ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റകൾ അത്യാവശ്യം കിട്ടുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മളിവിടെ പുഴയോര മേഖലകളൊക്കെയാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് തീറ്റ ഇവിടെ എപ്പോഴും സുലഭമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തീറ്റ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മാർജിനിട്ട് ഇത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീറ്റ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. ഇതെല്ലാം നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതാണ് ഈ കാണുന്നത്. 250 ഗ്രാമുകളാണ് നമ്മളിവിടെ പാക്കിങ് തുടങ്ങി ചെയ്യുന്നത്. പിന്നെ അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നമ്മൾ പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.